കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തി. ആലത്തൂർ അലിയ മഹലിൽ രാവിലെ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ വകുപ്പും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാതൃവകുപ്പുമായിട്ടുള്ള ഈ വകുപ്പിനെ നവീകരിക്കുന്നതിനും ഈ വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിർണായകമായ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഏറ്റെടുത്ത സംഘടനയാണ് നമ്മുടെ സംഘടന. റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചാൽ അന്നത്തെ ഭരണാധികാരികൾക്ക് ദാസ്യവേല ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണാധികാരികളുടെ പല ഘട്ടങ്ങളിലും മർദ്ദനോപാധിയായി നിലനിരുന്ന ഈ ഒരു വകുപ്പ് ആധുനിക കാലഘട്ടത്തിൽ ജനാധിപത്യ സംവിധാനങ്ങൾ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷം ആധുനിക ഭരണകൂടത്തിൻ്റെയും ജനങ്ങളുടെയും മധ്യവർത്തിയായിരുന്നുകൊണ്ട് ജനകീയ ഭരണകൂടത്തിൻ്റെ ജനകീയ മുഖമായി പ്രവർത്തിച്ച വകുപ്പാണ് റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്ന ഭരണകൂടവും ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മറ്റു വകുപ്പുകളെക്കാൾ കൂടുതൽ നേരിടേണ്ടി വരുന്ന ആളുകളാണ്. ജില്ലാ പ്രസിഡന്റ് V. സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ഹരിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും C. ബാബു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജയപ്രകാശ്, അനീഷ് ഖാൻ, അനിൽകുമാർ, MB ധന്യ, K. രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രൂപ്പ് ചർച്ചയും നടന്നു. യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന സെക്രട്ടറി K. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നടത്തി. PM റഹ്മത്തുള്ള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഭൂപരിഷ്കരണത്തിന്റെ അരനൂറ്റാണ്ടെന്ന വിഷയത്തിലെ സെമിനാർ ജില്ലാ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലാണ് സെമിനാർ നടന്നത്. ജനുവരി ആദ്യവാരം തൊടുപുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കും. UTV ന്യൂസ്, പാലക്കാട്.